ഈ സ്റ്റേഷനില് ആകെ കുറച്ച് മനുഷ്യപ്പറ്റുള്ള ഒരു ഓഫീസർ അനിത. എന്താവശ്യത്തിന് സമീപിച്ചാലും ഉടനെ അത് നടത്തി തരും. അപ്പോ കാര്യപ്രാപ്തിയുണ്ട്. നമ്മളെ കൊണ്ട് പറ്റുന്ന ചെറിയ സഹായങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണമല്ലോ. തീർച്ചയായും. അത് മനസ്സിലാക്കാത്ത ചിലർ ഈ സ്റ്റേഷനിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അവരെ കാണാനാ ഞാൻ വന്നത്. എടോ, ഞാനും ഈ ഗോപാലനും പഴയ കൂട്ടുകാരാ. ഞാൻ പണ്ട് സി എ ആയിരുന്നപ്പോ ഗോപാലൻ കച്ചവടം തുടങ്ങുന്നതേ ഉള്ളൂ. അവിടെ നിന്ന് ഞങ്ങളുടെ രണ്ടുപേരുടെയും പുരോഗതി വളരെ പെട്ടെന്നായിരുന്നു. എന്റെ വളർച്ചയിൽ ഈ ഗോപാലന് വളരെ തെറ്റില്ലാത്ത പങ്കുണ്ട്. പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ, ഒരു എസ് ഐക്ക് മര്യാദയ്ക്ക് ജോലി ചെയ്യണമെങ്കിൽ ആ സ്റ്റേഷൻ പരിധിയിലുള്ള പ്രധാനിമാരെ എല്ലാം നന്നായി കൈകാര്യം ചെയ്യാൻ കഴിയണം. അവർക്ക് മര്യാദയ്ക്ക് കച്ചവടം ചെയ്യാൻ പറ്റിയാലേ നമുക്കും നാടിന് ഉപകാരം വരികയുള്ളൂ. കാരണം അവരിൽ നിന്ന് പിരിച്ചു കിട്ടുന്ന ടാക്സ് കൊണ്ടാ സർക്കാർ നമുക്കൊക്കെ ശമ്പളം തരുന്നത്. മനസ്സിലായോ? മനസ്സിലായി സാർ. മോളം നിന്നേ. ഞാനീ പറയുന്നത് നിനക്കൂടി കേൾക്കാൻ വേണ്ടിയാ. ഗോപാലിനെ ഇവിടെ മര്യാദയ്ക്ക് കച്ചവടം ചെയ്യാൻ താനും തന്റെ ഈ കോൺസ്റ്റബിളും സമ്മതിക്കുന്നില്ല എന്നാ ഇയാൾ എന്നോട് പറഞ്ഞത്. ഇയാളും ഇയാളുടെ കുടുംബത്തിനെതിരെ കള്ളക്കേസുകൾ ഫയൽ ചെയ്യുന്നു, ഇയാളുടെ സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടത്തുന്നു. ഇതെല്ലാം എത്ര ഗുരുതരമായ ആരോപണമാണെന്ന് തനിക്കറിയാമോ? എന്തിനാണോ ഇത്ര ബലം പിടിക്കുന്നത്? സഹകരിച്ച് മുമ്പോട്ട് പോകുന്നതല്ലേ നിങ്ങൾ രണ്ടു കൂട്ടർക്കും നല്ലത്. എന്താടി, നിനക്ക് ഞാൻ പറഞ്ഞ ഇഷ്ടപ്പെട്ടില്ലാന്ന് തോന്നുന്നു. ഇവളാ ഈ സ്റ്റേഷനിൽ എല്ലാവരെയും ഗോപാൽജിക്കെതിരെ തിരിപ്പിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ആണോ? അത്ഭുതമൊന്നുമില്ല. നീ ആ മാധവന്റെ മോളല്ലേ? അയാള് നിന്നെ പോലെ തന്നെയായിരുന്നു. തിന്നുകയില്ല, തീറ്റിക്കുകയില്ല. തനിക്കറിയാവോ, ഞാനിവിടെ ഉണ്ടായിരുന്നപ്പോ എനിക്കെതിരെ മേലുദ്യോഗസ്ഥർക്ക് പരാതി കൊടുത്ത ആളാ. ഞാൻ കൈക്കൂലി വാങ്ങിക്കുമെന്ന്. എന്നിട്ടിപ്പോ എന്തായി? അവരെനിക്കൊരു താക്കീത് തന്ന് വീണ്ടും ഡ്യൂട്ടിക്ക് അയച്ചു. അത്രേ ഉള്ളൂ. ഞാനിപ്പോ പ്രമോഷൻ കിട്ടി DYSP ആയി. സത്യസന്ധത കൊണ്ട് നിന്റെ അച്ഛന് എന്ത് നേടിയടി? ഒന്നും നേടിയില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പോയി തലയിട്ടിട്ട് അവസാനേ തല പോയി. മിണ്ടി പോരുത്. താൻ എന്താ വിചാരിച്ചേ? ജൂനിയർ ഓഫീസർ ആണെന്ന് കരുതി എന്ത് തോന്നിയസം പറഞ്ഞാലും ഞാൻ കേട്ടോണ്ട് നിൽക്കുന്നോ? അതിനെ മഞ്ജു വേറെ ജനിക്കണം. ഇയാളെ പോലൊരുത്തനെ മുന്നിൽ നിർത്തി എനിക്കെതിരെ സംസാരിക്കാന്ന് താൻ കരുതിയോ? എന്നാലേ തനിക്ക് തെറ്റി. എന്റെ മുന്നിൽ ആര് നിന്നാലും ചെറ്റത്തരം പറഞ്ഞ തന്റെ നെഞ്ചും കൂടി നോക്കി ഞാൻ ചവിട്ടും. ഒരു സീനിയർ ഓഫീസറിന് മുമ്പിൽ ഇത്ര ധിക്കാരം കാണിക്കാൻ എവിടെ നിനക്ക് ധൈര്യം കിട്ടിടി? സാറ് നേരത്തെ പറഞ്ഞ മാധവനില്ലേ, അദ്ദേഹത്തിന്റെ ചോരയാ എന്റെ ഞരമ്പിലൂടെ ഓടുന്നത്. അതുകൊണ്ട് ധൈര്യത്തിന് ഒരു കുറവും ഉണ്ടാവില്ല. ഇതിനെക്കുറിച്ച് ഞാൻ മേലധികാരികൾക്ക് പരാതി നൽകുന്നുണ്ട്. തന്നെ ഞാൻ ഡിസ്മിസ് ചെയ്യിക്കും. താനേ അത്രയും കഷ്ടപ്പെടണ്ട. ഞാൻ രാജിവെക്കാം. തന്നെ പോലുള്ള ഓഫീസർമാർക്ക് കീഴെ ജോലി ചെയ്യുന്നതിന് ഭേദം അതാ. മോളെ, സാരമില്ല സാർ, ഞാൻ നേരത്തെ രാജിവെക്കാൻ തീരുമാനിച്ചതാ. ഞാൻ വീണ്ടും ഡ്യൂട്ടിക്ക് കയറിയത് മഹിമയുടെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി മാത്രം. അതിനെനിക്ക് സാധിച്ചല്ലോ. ഇനിയും ഈ ജോലി തുടരേണ്ട ആവശ്യം എനിക്കില്ല. ഞാൻ രാജിവെച്ചോണ്ട് താൻ രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട. ഇത്രയും കാലം തന്നോട് പ്രതികാരം ചെയ്യാൻ നിയമം എനിക്കൊരു വിലങ്ങുതടിയായിരുന്നു. ഇനി ഒരു തടസ്സവും എനിക്കില്ല. താൻ കരുതിയിരുന്നോ?
എടി പൊടിയെന്നൊക്കെ അങ്ങ് വീട്ടിലുള്ളവരെ വിളിച്ചാ മതി. ഞാനിപ്പോ തന്റെ ജൂനിയർ ഓഫീസർ അല്ല, താനൊരു പബ്ലിക് സെർവന്റാ. ഞാൻ പബ്ലിക്കിന്റെ ഭാഗമായ ഒരു സാധാരണ പൗരയും. അങ്ങനെ സാധാരണ ഒരു പൗരയോട് എത്ര വലിയ പോലീസ് ഓഫീസർ ആണെങ്കിലും മാന്യമായിട്ട് പെരുമാറണം. അല്ലെങ്കിൽ സ്ത്രീകളോട് അപമര്യാദയായിട്ട് പെരുമാറിയതിന് ഒരു പരാതി ഞാനങ്ങ് കൊടുക്കും. ആ പരാതി കിട്ടിയ തന്റെ മേലുദ്യോഗസ്ഥരെ വെറുതെ താക്കീത് തന്ന് ജോലിക്ക് തിരികെ കേറ്റില്ല, വീട്ടിലേക്ക് പറഞ്ഞയക്കും, കുറേയേറെ കാലത്തേക്ക്. ഈ യൂണിഫോമിൽ എന്റെ അവസാനത്തെ സല്യൂട്ട് ഒരു നല്ല ഓഫീസർക്കാവണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഓട്ടെ സാർ.